കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 7 ഘട്ടമായി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഏപ്രിൽ 19 കഴിഞ്ഞിരുന്നു. ഇപ്പോഴിതാ 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം BJPക്ക് ലഭിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ സൂറത്ത് മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി മുകേഷ് ദലാൽ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. നാമനിർദ്ദേശം ചെയ്തവർ പിന്മാറിയതിനെ തുടർന്ന് ഇവിടുത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. പിന്നാലെ BJPയുടേതല്ലാത്ത മറ്റ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയും ചെയ്തു. ഇതോടെയാണ് തിരഞ്ഞെടുപ്പിന് മുന്നേ BJP സ്ഥാനാർത്ഥി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്. കോൺഗ്രസിന്റെ നിലേഷ് കുംഭാണിയുടെ പത്രികയാണ് നാമനിർദ്ദേശം ചെയ്ത 3 വോട്ടർമാരും പിന്മാറിയതിനെ തുടർന്ന് തള്ളിയത്. പകരക്കാരന്റെ പത്രികയും ഇതേ കാരണത്താൽ കഴിഞ്ഞ ദിവസം തന്നെ തള്ളിയിരുന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സൂക്ഷ്മ പരിശോധനാ ദിവസമായ ശനിയാഴ്ച നാമനിർദ്ദേശം ചെയ്തവർ നേരിട്ട് വരണാധികാരിക്ക് സത്യവാങ്മൂലം നൽകുകയായിരുന്നു. ഡമ്മി സ്ഥാനാർത്ഥിയായ സുരേഷ് പടസലയെ നിർദ്ദേശിച്ച ഒരാളും ഇതുപോലെ സത്യവാങ്മൂലം കൊടുത്തു. പത്രികകൾ തള്ളണമെന്ന് BJP സ്ഥാനാർത്ഥിയുടെ ഏജന്റ് പരാതി നൽകിയിരുന്നു. നാമനിർദ്ദേശകരെ ഹാജരാക്കാനോ തൃപ്തികരമായ വിശദീകരണം നൽകാനോ കഴിയാത്തതിനാൽ ഇരുവരുടെയും പത്രിക തള്ളിയതായി ഞായറാഴ്ച വരണാധികാരി അറിയിച്ചു. നാമനിർദ്ദേശകരിലൊരാൾ കുംഭാണിയുടെ സഹോദരി ഭർത്താവാണ്. സ്വതന്ത്രരടക്കമുള്ള 7 സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക പിൻവലിക്കുകയായിരുന്നു. ഗുജറാത്തിൽ AAPക്കൊപ്പം ചേർന്ന് മത്സരിക്കുന്ന കോൺഗ്രസ് 24 സീറ്റുകളിലായിരുന്നു മത്സരിക്കാൻ തീരുമാനിച്ചത്. 2 സീറ്റുകൾ AAPക്ക് നൽകിയിരുന്നു. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാൻ BJP ആസൂത്രിത നീക്കമാണ് നടത്തിയതെന്ന് സൂറത്തിലെ സംഭവ വികാസങ്ങളെ ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് ആരോപിച്ചു.